ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നെയിം ഈസ് പാഷൻ ഹബ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാൻ ഈദ് സ്പെഷ്യലായിട്ടുള്ളൊരു 3D പേപ്പർ ക്രാഫ്റ്റ് ആയിട്ടാട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഇതുപോലൊരു വെഡ്ഡിങ് കാർഡിൻ്റെ കവറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു വെഡ്ഡിങ് കാർഡിൻ്റെ കവറാട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ രണ്ട് സൈഡൊന്ന് നീറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മോസ്കിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനാണ് ഇത് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടി കുറവായിട്ടുള്ള കാർഡ്ബോർഡോ അതല്ലെങ്കിൽ A4 ഷീറ്റും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു മോസ്കിൻ്റെ ഹാഫ് പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന ഭാഗത്ത് ഞാൻ സ്കെയിൽ യൂസ് ചെയ്താണ് വരയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വരയ്ക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക. അതിന് ശേഷം കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ ഡാർക്കൺ ചെയ്തിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലൊരു മോസ്കിൻ്റെ ഹാഫ് പോർഷനൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു 3D ക്രാഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് കളിക്കുടുക്ക വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള പോസ്റ്റൽ കവറുകളാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഫോൾഡഡ് ആയിരിക്കും. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ ഈ ഒരു ടെംപ്ലേറ്റ് വെച്ചതിന് ശേഷം അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വേറെ റൈറ്റിങ്സോ സ്റ്റിക്കേഴ്സോ ഒന്നും ഇല്ലാത്ത ഭാഗത്തുനിന്ന് വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമുക്കിതുപോലെ ഫുള്ളായിട്ടുള്ളൊരു മോസ്കിൻ്റെ ഔട്ട്ലുക്ക് കിട്ടും കേട്ടോ. വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ആ ഒരു ടെംപ്ലേറ്റ് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊരു 25 ടെംപ്ലേറ്റ്സാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒത്തിരി പേപ്പർ വേസ്റ്റ് ആവുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഒരു കവറ് 2 പാർട്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പേപ്പർ കവറിൽ നിന്ന് 3 ടെംപ്ലേറ്റ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് എണ്ണം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പർ കവറിന് പകരമായിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നൊക്കെ ഇതുപോലുള്ള കവറുകൾ കിട്ടാറുണ്ട്. അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പല രീതിയിലൊക്കെ ഞാൻ ഫോൾഡ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ടാണ് മാക്സിമം പേപ്പർ വേസ്റ്റ് ആക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മുടെ പേപ്പർ അധികം വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് മാക്സിമം ടെംപ്ലേറ്റ്സ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാ പേപ്പർ കവേഴ്സും ഞാൻ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ടെംപ്ലേറ്റ്സ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഫോൾഡഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന പോർഷനിൽ വേറെ റൈറ്റിങ്സോ സ്റ്റിക്കേഴ്സോ ഒന്നും പാടില്ല കേട്ടോ. അത് നോക്കിയിട്ട് വേണം ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വർക്കിന് നമുക്ക് കളർ പേപ്പേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ A4 ഷീറ്റും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന നമ്മുടെ ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ടും നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 25 പേപ്പർ കട്ടിങ്സ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 20 പേപ്പേഴ്സ് ആയാലും മതി കേട്ടോ, 25 വേണമെന്നില്ല. ഞാൻ മാക്സിമം കിട്ടുന്ന പേപ്പറൊക്കെ യൂട്ടിലൈസ് ചെയ്തു എന്ന് മാത്രം. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ടെംപ്ലേറ്റും ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് ഗം അപ്ലൈ ചെയ്യുക. അതിനുശേഷം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു പള്ളിയുടെ മിനാരത്തിൻ്റെ താഴെയായിട്ട് ഇതുപോലെ 3 സൈഡിലായിട്ടാണ് ഗം അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓവറായിട്ട് ഗം അപ്ലൈ ചെയ്യരുത്. ഇതുപോലുള്ള ഫെവിക്കോളിൻ്റെ ട്യൂബ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ സ്റ്റിക്ക് ചെയ്യാനായിട്ട് എളുപ്പം കേട്ടോ. അതിന് കൂടുതൽ ഗമ്മൊക്കെ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി സെക്കൻഡ് ടെംപ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഒരു പീസ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 3 സൈഡിൽ ഗം അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇനി ഇതുപോലെ ബാക്കിയുള്ള
എല്ലാ ടെംപ്ലേറ്റ്സും നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ ഗ്ലൂ അധികമായി പോവരുത്. ഓവറായിട്ട് സ്റ്റിക്കായി കഴിഞ്ഞാൽ നമ്മുടെ വർക്കിന് കാണാൻ ഭംഗിയുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചില ടെംപ്ലേറ്റ്സിൻ്റെ സെൻറ്ററിലും എക്സ്ട്രാ കട്ടിങ് വരുന്നുണ്ട്. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് സെക്യൂർ ആക്കി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. ഇതെല്ലാം സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഡ്രൈ ആക്കുക. നമ്മൾ ബെഡിൻ്റെ അടിയിലൊക്കെ വെക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കി കിട്ടും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ആ ഒരു മുകളിലെ ആ ഒരു മിനാരം മാത്രം ഓപ്പൺ ആയിട്ട് നിൽക്കും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ 1 by 1 ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മിനാരത്തിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഇതുപോലെ 25 ടെംപ്ലേറ്റ്സും മുകളിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 25 ടെംപ്ലേറ്റ്സും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് പൊസിഷൻ ആവണം എന്നില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ 5 എണ്ണം വെച്ചിട്ട് ഓരോ സെറ്റ് ആദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഒരു 5 എണ്ണം ഞാൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു കട്ടിയുള്ളൊരു എന്തെങ്കിലും കയറ്റി വയ്ക്കുക കേട്ടോ. അതിനുശേഷം വീണ്ടും 5 ടെംപ്ലേറ്റ്സ് 1 by 1 ആയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കട്ടിയുള്ള എന്തെങ്കിലും സാധനത്തിൻ്റെ അടിയിൽ വച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഇതുപോലെ 5 സെറ്റ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ 2 സെറ്റ് ഞാനിപ്പോൾ വീണ്ടും കൂട്ടി സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. കണ്ടില്ലേ? ഇതിൽ 5 ടെംപ്ലേറ്റ്സ് ഉണ്ട്, ഇതിലും 5 ടെംപ്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് രണ്ടും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ആ ഒരു പൊസിഷൻ തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഈ ഒരു 10 ടെംപ്ലേറ്റ്സിൻ്റെ മുകളിലായിട്ട് അടുത്ത 5 ടെംപ്ലേറ്റ്സിൻ്റെ സെറ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ലെങ്ത്തിൽ ചെറിയൊരു വേരിയേഷൻ കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്ത് ഇതുപോലെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു 15 ടെംപ്ലേറ്റ്സിൻ്റെ മുകളിലായിട്ട് ഈ ഒരു 5 ടെംപ്ലേറ്റ്സ് അടങ്ങുന്ന സെറ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 20 എണ്ണം ആയിട്ടുണ്ട്. ഇനി 20 ടെംപ്ലേറ്റ്സിൻ്റെ മുകളിലായിട്ട് 5 ടെംപ്ലേറ്റ്സ് അടങ്ങുന്ന ഈ ഒരു സെറ്റും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഡ്രൈ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓപ്പൺ ആക്കി എടുക്കുമ്പോൾ വന്ന ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ഒരു പോർഷനിൽ നല്ല രീതിയിൽ തന്നെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നാലാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് സ്റ്റിക്കായി ഇരിക്കുള്ളൂ. ഇനി ഈ ഒരു ഭാഗത്ത് കൂടി ഗം അപ്ലൈ ചെയ്തിട്ട് ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന ഈ 2 ടെംപ്ലേറ്റ്സിൻ്റെ പാർട്ടുകൾ തമ്മിൽ ഇതുപോലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് നമുക്ക് കട്ടിയുള്ള സാധനങ്ങളൊന്നും മുകളിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് നല്ല രീതിയിൽ ഒരു 2 മിനിറ്റ് ഇങ്ങനെ പിടിക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി കിട്ടും, സ്റ്റിക്കായി കിട്ടുന്നതായിരിക്കും. കാരണം ഫെവിക്കോളും പേപ്പറാണല്ലോ, പെട്ടെന്ന് സ്റ്റിക്കാവും കേട്ടോ. ആ മുകളിലുള്ള ഒരു ഗോപുരത്തിൻ്റെ പോർഷനിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സംഭവത്തിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കളർ പേപ്പറൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കൊരു 3 സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 3 ഒന്ന് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനൊരു A4 ഷീറ്റിൽ 3 വരച്ച് സെറ്റാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ട്രേസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മുടെ 3 ഈ ഒരു മോസ്കിൻ്റെ സെൻറ്ററിലേക്ക് ഇറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് വേണം. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ ഇതുപോലൊരു പോർഷനും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു 3 ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ നല്ല വശത്തുനിന്നും ചീത്ത വശത്തുനിന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതൊരു 3D ക്രാഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു മോസ്ക് കാണുമ്പോൾ ബാക്ക് സൈഡിൽ നിന്നും ഫ്രണ്ട് സൈഡിൽ നിന്നും ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങൾക്കിനി ഒട്ടിക്കുന്ന സമയത്ത് അത് ക്ലിയർ ആവുന്നതായിരിക്കും. ഇതുപോലെ 2 ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനും ഞാൻ ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു
മോസ്കിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഫിറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഗമ്മൊന്നും അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ 3D മോസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3D മോസ്ക് എന്നോ അല്ലെങ്കിൽ 3D മിനാർ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടേബിളിൽ വയ്ക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡെക്കോറാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഒരു പേപ്പറിൽ നിന്നാണ് ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു 3D ക്രാഫ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇതിന് കുറച്ചുകൂടി ഭംഗി കൂട്ടാനായിട്ട് ഞാൻ ഇതുപോലെ ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 50 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ലൈറ്റും കൂടി ഇടുമ്പോഴാണ് കൂടുതൽ ഭംഗി കാണാനായിട്ട്. അതും രാത്രിയിൽ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കാണാനായിട്ട്. അപ്പോൾ അത് ഞാൻ ലൈറ്റ് ഇട്ടിട്ടും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ രാത്രിയിൽ ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ എടുത്തതാണ്, കണ്ടില്ലേ. ഇനി നമുക്കൊന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കാം കേട്ടോ. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അടിപൊളി ലുക്കായിട്ട് കാണാനായിട്ട്, എന്താ പറയുക, ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. Bye.